ഗുഡ് മോർണിംഗ് ടീച്ചർ. തോന്നിയല്ലോ. അല്ല ടീച്ചറെ, ഇന്ന് ഫുള്ള് സെന്റാണല്ലോ. കേറിയേരെ മനസ്സിലേക്ക് ഇങ്ങളെ കേറി വരുന്നത്. അല്ല, അടിക്കുന്നതിന് കുറ്റയില്ല. ഇത്രക്ക് പൂശണ്ടേനോ? ആ കുപ്പി തീർന്നിക്കോ ടീച്ചറെ. ഓ ടീച്ചർ സെറ്റപ്പ് ഇതെല്ലാണല്ലോ. നിങ്ങൾക്കറിയാമോ? ആ, ഇംഗ്ലീഷ് അല്ലേ ടീച്ചർ, വരുമ്പോ മനസ്സിലാവും. എക്സാം എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേനോ? ഇല്ലേ. ഓ സോറി 10th നിങ്ങള് 9th അല്ലേ? ടീച്ചർക്ക് ഈ ഇടയായും മറവി കുറച്ച് കൂടുന്നുണ്ട്. എന്ത് ചെയ്യാനാ മോളെ, മുഴുവൻ ക്ലാസ് എടുക്കട്ടെ. ഇതല്ലേ തന്നെ ഒരു വല്ലാത്തൊരു കുട്ടിയാണ്. പത്തത്തെ നിങ്ങളെല്ലാം നല്ല കുട്ടിയാണ്. താങ്ക് യു. പ്രശ്നമൊന്നുമില്ല. ടീച്ചറും ഗൈഡിലാണല്ലോ പഠിപ്പിക്കുന്നത്. ടീച്ചറെ, വെറുതെ നിങ്ങൾ ഈ കണ്ണട ഇടുന്ന് താത്തിയിട്ട് നോക്കുന്നതാണ്. കണ്ണട ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ണട ഇടണ്ടാന്ന് വിചാരിച്ചു. നമുക്കൊന്നും ഇവിടെ വെച്ചേക്കാം. ഇന്ന് ഗിവൺ വേർഡ് അല്ലായിരുന്നു നമ്മള് പറഞ്ഞത്? ഒന്ന് എഴുതാമെന്ന്. എന്ത്, എങ്ങനെ, എവിടെ? സോറി. ഗിവൺ, എല്ലാരും ഗിവൺ വേർഡ് എഴുതിക്കോളാം. പുതിയ ചാപ്റ്റർ ആണ്. ഗിവൺ വേർഡോ? ഗിവൺ വേർഡ് പുതിയ ചാപ്റ്റർ ആണ്. മീനിങ്സ് ഒന്നുമില്ല ഇതില്. ചാപ്റ്ററിൽ നമ്മള് ഇതൊന്നും എടുക്കാം. ഗിവൺ വേർഡ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് ഇരുന്നത്. അപ്പൊ ചാപ്റ്ററിന്റെ പേര് ഞാൻ എഴുതി തരാം. അല്ലാണ്ട് പറയാൻ അറിഞ്ഞൂടായിട്ടല്ലേ. കൾച്ചർ ഇന്റഗ്രേഷൻ എഴുതിക്കോ. അതല്ലേ. നിങ്ങൾക്ക് എന്താ സ്പെല്ലിംഗ് അറിയില്ലേ? നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് വായിക്കാൻ അറിയില്ല. സ്പെല്ലിംഗ് ഏതോ ഞാൻ എഴുതുന്നില്ല. അയ്യോ ടീച്ചറെ, ടീച്ചർ ഗൈഡൊന്നും നോക്കട്ടെ. വേണ്ട, നിങ്ങൾ ടെസ്റ്റ് ഇല്ല. ടെസ്റ്റ് എടുക്കാണ്ട്. നിങ്ങൾ ആരാ വന്ന ടെസ്റ്റ് എടുക്കാണ്ട്? ആരാ ടെസ്റ്റ്? കൈനീട്ടോ, കൈനീട്ട ടെക്സ്റ്റ് ബുക്ക് മറന്നു വരെ. നിങ്ങളെ എന്താ സ്മാർട്ട് ബോയ് കളിക്കുന്നല്ലേ? എന്താണോ കുറച്ച് നേരായ ഇതിന് കളകളൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് തലേ തുള്ളി കയറുന്നോ നീ? എന്താന്നാ, നിങ്ങളെ പോലത്തെ കൊറേ കുട്ടികളെ ഞാൻ കണ്ടതാ. നേരാ ഇനിയേ ഉള്ളൂ. എഴുതാലോ? ടീച്ചർ മുന്നിൽ നിന്ന് മാറിയാലല്ലേ എഴുതാനാവും. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് നീ വന്ന് എഴുതുവാ ഇല്ലാലോ? ഉണ്ടറി. എഴുതാനാ പറഞ്ഞാടെ നാക്കുന്നത്. ഞാൻ വേറെ വായിച്ചു കളിയേ. അയ്യോ ടീച്ചർ, ഞാനൊന്നും കാണുന്നില്ല. ടീച്ചർ പ്ലീസ് മൂവ്. ടീച്ചർ ഇത്ര പോരെ എഴുതിയത്? ബോർഡ് ശരിയല്ല, അപ്പം എഴുതിക്കോളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ച് വലുതാക്കിയിട്ട് എഴുതിയോണ്ട് നിങ്ങൾക്ക് ഇത്രയായിട്ട് കുറേ ആയിട്ട് തോന്നും. പക്ഷെ കുറേ ഒന്നുമില്ല, കുറച്ചാളുള്ളൂ. അയ്യോ ടീച്ചർ, അതൊരു ഒരു കെട്ട് കണക്കിനുണ്ട് ടീച്ചറെ. നിങ്ങൾ മായച്ച് കുറച്ച് ചുരുക്കി തരുമോ?
കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ പീരീഡ് തരുന്നതായിരിക്കും കേട്ടോ. ഹായ് മുഴുവൻ എഴുതി കഴിഞ്ഞാൽ ആദ്യം 4 പോയിന്റ് ആണല്ലോ. 4 പോയിന്റ് ഉണ്ട്. അല്ല ടീച്ചറെ അടുത്തത് ഞാനൊരു 2 കുറച്ച് തരാം. അടുത്തത് മേഘാ മിസ്സിന്റെ പീരീഡ് അല്ലേ? ടീച്ചർ വരൂലേ? അപ്പൊ ഫ്രീ പീരീഡ് ഞങ്ങൾക്ക് എപ്പോ കിട്ടൂ? കുറച്ച് നേരത്തേക്ക് പീരീഡ് ഞാൻ കുറച്ച് ഫ്രീ ആക്കി തരും. അതല്ലേ ഓ ഫ്രീ പീരീഡ് ഇവിടെ ഉണ്ട് കേട്ടോ. എപ്പിക് പീരീഡിന് അറബിക് പീരീഡ് ഇല്ലേ, അപ്പം ആ മാം ആബ്സെന്റാ. അറബിക് പീരീഡ് നിങ്ങളെ ഇത് പഠിപ്പിക്കല്ലോ, ഹിന്ദി പഠിപ്പിക്കും. അപ്പം അറബിക് മാം ആബ്സെന്റ്, ഹിന്ദി മാം ആബ്സെന്റാ. അപ്പൊ ഞാനാ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷനില്. ആദ്യത്തെ പീരീഡ്, സെക്കൻഡ് പീരീഡ് തരുമോ? ഫ്രീ തരുമോ? ഫ്രീ തരും. ഓക്കെ, താങ്ക് യു മിസ്. അടുത്തതാണ് മേഘ മിസ് ഉണ്ട് അല്ലേ? ഹായ് ഭാഗ്യം. എപ്പാ നിങ്ങൾക്ക് പീട്ടിയോ? പീട്ടി ഞാക്ക് ഇന്നില്ല ടീച്ചറെ, നാളെ 3ാമത്തെ പീരീഡ്. അയ്യോ നിങ്ങളെന്ത് സാധന ടീച്ചറെ? നിങ്ങൾക്ക് 2 പീട്ടി എന്ന് വരാനുണ്ട്. ഇന്ന് 2 പീട്ടി ഉണ്ട്, അതുകൊണ്ട് നാളെ നമ്മൾ പീട്ടി അനുവദിക്കും. അയ്യോ അതെങ്ങനെ ഇന്ന് 2 പീട്ടി? ഞാൻ മറ്റേ മാമിനോട് പറഞ്ഞിട്ടുണ്ട് പീട്ടി തരാനാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടോ ഞാൻ ഇത് മാറ്റട്ടെ. മോളത്തെ മാച്ചോ ഫസ്റ്റ് ഇത് മായ്ക്കണ്ട ടീച്ചർ. അല്ല ഒന്നുമില്ല. അല്ല അത് ഫസ്റ്റ് ആടാ എന്ത് സെന്റൻസ് ആയിരുന്നു നിനക്ക് അറിഞ്ഞൂടായിരുന്നു. മാറു മിസ്. ആൻസർ ആണ് ആദ്യത്തെ പോയിന്റ്. കുറച്ചാളൂ, ചെറിയ പോയിന്റാ. 2 ലൈനാണല്ലോ. ഒന്നിന് ഒറ്റ ലൈനാണല്ലോ, മറ്റേ ഹാഫ് ലൈൻ. ഇത് തന്നെ കുറച്ച് നേരം നിങ്ങളെ ഭാഗ്യം തന്നെയായിരിക്കും. അല്ല ഞാൻ ആ വിചാരിച്ചപ്പോ പെട്ടെന്ന് ഇറ്റാന്ന് കണ്ട പോലെ തോന്നി. ഹിന്ദിയോ? ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ എങ്ങനെയാ മിസ്സേ ഹിന്ദി എത്തിയേ? അല്ല ഒന്നുമില്ല. ഹിന്ദി ഇംഗ്ലീഷ് സബ്ജക്റ്റില് ഹിന്ദി വന്നാൽ എന്താ കുഴപ്പം? ഹിന്ദിയിൽ ഇംഗ്ലീഷ് മീനിങ്സ് വരുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എന്താ ഇങ്ങനെ ഒരു കുഴപ്പം? ഞാൻ മലയാളം എഴുതലുള്ളൂ ടീച്ചറെ. മീനിങ് മലയാളം എഴുതിഞ്ഞിപ്പോ കുറച്ച് സ്മാർട്ടായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പേര് വർത്താനൊന്നും ഇല്ലാലെന്ന് നല്ല കുട്ടികളായിട്ട് വർത്താനം കൊറേ പറഞ്ഞു. എത്ര പ്രാവശ്യം പറയേണ്ടത്? മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാ മിണ്ടാണ്ടിരുന്നോണോ? മനുഷ്യനെ മുഖം കാണുമ്പോ തന്നെ ചിരി വരുന്നു. നല്ലതാവാൻ നല്ലൊരു ദിവസമല്ലേ വിചാരിച്ചിട്ട് മിണ്ടാണ്ട് വെച്ചിരിക്കുന്നത്.
ടീച്ചർ പ്ലീസ് മൂവ്. തലയൊന്ന് മാറ്റു കുട്ടി. അതാരാ കുട്ടി? ആരാണ് തന്നുടെ കുട്ടി? പറഞ്ഞു തരും ആരാ കുട്ടി? ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ ടീച്ചർ. അമ്മ വൃത്തിക്കെഴുതാതെ കുത്തായോ? ഇതെന്താ വൃത്തിക്കെഴുത് കുട്ടി. ഇതെന്തെന്നാ ഇത് ചൊറച്ചിട്ട് വെച്ചിന്? എഴുതാടാ. ചോർച്ചിട്ട് എനിക്കിപ്പോ നീക്കാനാവില്ല. അയ്യോ ഒരു കുത്തെന്ന് പറയുമ്പോ ഇതാ ഇപ്പൊ എന്തെങ്കിലും എഴുതിയിരിക്കേ. ഇങ്ങനെ ഒരു കുത്താ വേണ്ടല്ലേ? ഇവിടെ മെഹന്തി ക്ലാസ് നടക്കുന്നല്ല. അയ്യോ സോറി ടീച്ചറെ, പണ്ട് ഞാൻ പോയി കഴിഞ്ഞു മെഹന്തി ക്ലാസ്സിൽ. അതുകൊണ്ട് അത് ഈ സ്കൂളിലല്ല ഇത് പ്രകടിപ്പിക്കേണ്ട സമയം. ഓക്കെ ഓക്കെ ഓക്കെ. ടീച്ചറെ സമ്മതിച്ചു ടീച്ചറെ, ഞാൻ അതെല്ലാം പഠിപ്പിക്കുന്നതിന്. എം എ ബാക്കി എന്നൊരു കൈ മാത്രമാണല്ലോ കാണുന്നുള്ളൂ. സോറി, ഒരു വര മാത്രമാണല്ലോ കാണുന്നുള്ളൂ. കഴിഞ്ഞിട്ടെന്നാ അയ്യോ ടീച്ചറെ ഷോൾഡർ ഒന്ന് മാറ്റുമോ? ഷോൾഡർ മാറ്റണം, മാറ്റണം. മറ്റേ പിന്നെ ഏതോടോ കിട്ടി. കണ്ടു ടീച്ചർ മാറിയല്ലേ എഴുതാനാവോ ടീച്ചറെ? അത് വെയിറ്റ് ചെയ്യാൻ പറ്റൂല. എഴുതുന്നവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുട്ടികൾ ഇംഗ്ലീഷിൽ പറയണോ? ടീച്ചർക്ക് മനസ്സിലായി. ആ ടീച്ചർ വേണം ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ. ഓക്കെ. എഴുതി അത്രേ എഴുതിക്കുള്ളൂ. ദാറ്റ് ഓൺലി ടീച്ചർ റൈറ്റ് ഇൻ ദ ബോർഡ്. ഓക്കെ. ടീച്ചർ അത് യു ഓർ എ? യു. ടീച്ചർ പ്ലീസ് മൂവ്. ഹിന്ദി അല്ല, എന്തായാലും ആട്ടെ, എന്തെല്ലോ എഴുതി വെക്കുന്നുണ്ട്. ടീച്ചർ പ്ലീസും കേട്ടോ, ടീച്ചർ പ്ലീസും കേട്ടോ. ടീച്ചർ കൊറേ പൊട്ടി കേട്ടോ ടീച്ചറ്. എല്ലാത്തിനും ഒരളവെല്ലാം വേണം. ഒച്ചാറ്റം ഇവിടുന്ന് പുറത്ത് പൊന്തിയ താനേ താനേ ഞാനല്ല. സോറി ടീച്ചറെ, ഓളെ അപ്പുറത്തെ ക്ലാസ്സിലാ. അതുകൊണ്ട് ഓളെ സോറി ഓയെ മറ്റേ ക്ലാസ്സിലാ, അപ്പുറത്തെ ക്ലാസ്സിലാ. ഓനോട് പോയി ചോദിക്കും. ടീച്ചറെ കളിക്കില്ല.
ഓൻ്റെയും മറ്റവൻ്റെയും കഥ പറഞ്ഞിരിക്കുന്നു. കൊറേ കാലം പറഞ്ഞതാ ടീച്ചർ, ഇപ്പൊ പറയാൻ സുഖമില്ല. ഏതാണോ ഫിനിഷ്. പിന്നെ ഒന്നുമില്ല. നാളെ എടുത്താൽ മതി. എന്നാണ് എൻ്റെ ഒരു ഇത്. നോട്ട് വയ്ക്കട്ടെ ഇങ്ങോട്ട്. നോട്ട് വയ്ക്കട്ടെ. നോട്ട് ഓക്കെ ഓക്കെ. ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചാപ്റ്ററിൽ ഞാൻ എല്ലാം ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു കൾച്ചർ ആൻഡ് ഇൻറ്റിഗ്രേഷൻ അതിൻ്റെ ചാപ്റ്ററിൻ്റെ മുഴുവൻ കുറച്ചിട്ടുണ്ട്. അപ്പം പകല് നേരിച്ചിട്ട് ഓക്കെ. ബുക്ക് എൻ്റെ ടീച്ചറെ അല്ല, പേരൊന്നും നോക്കട്ടെ. എൻ്റെ പേര് എനിക്ക് അറിയില്ല. പേരൊന്നും ഇല്ലേ? ഓഹോ, നേഹ കൃഷ്ണ. നേഹോ നേഹയോ തെറ്റിയട്ടാണ്. ഭയങ്കര മിസ്റ്റേക്ക്. എൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ എഴുതിയതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും ടീച്ചറെ. അതെങ്ങനെയല്ല ഉണ്ട് അതുപോലെ തന്നെ ഞാൻ എഴുതിയത്. നമ്മൾ മുണ്ടിയ പ്രശ്നം, അപ്പുറത്തെ ക്ലാസ്സിലുള്ള സാറ് മുണ്ടിയ പ്രശ്നമൊന്നുമില്ല. വേഗം പഠിക്ക്. ഇതിപ്പോ വേഗം പഠിച്ചോളെ. അയ്യോ, ഇപ്പൊ ബെല്ലടിക്കാൻ സമയമായിട്ടോ. എന്നാലും ഞാനങ്ങ് പോട്ടെ. ഓക്കെ. അതല്ല, ഒരു ടീച്ചർ ക്ലാസ് എന്ന് പോകുമ്പോ എന്താണ് പഠിപ്പിച്ചത്? താങ്ക് യു മിസ്. ഇവിടെ ഉണ്ടായ ചോക്ക് മാമിനോട് പറയണേ. ഓക്കെ. എല്ലാം അവിടെ ഇവിടെ നല്ല എടുത്തതല്ലേ ടീച്ചർ? അവിടെ എനിക്ക് എന്റെ അടുത്ത് നല്ലാലോ എടുക്കുന്നത്. എല്ലാലോ എന്നാ അനങ്ങാണ്ട് അവിടെ മിണ്ടാനടക്കുത്തിരിക്കാനാണ്.